200 കോടിയും 300 കോടിയൊക്കെ ഓണാഘോഷത്തിനും യാത്രയ്ക്കും ചെലവാക്കുമ്പോൾ ഈ 7 കോടി നിസ്സാര തുകയല്ലേ ആകുന്നുള്ളൂ. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭ കയ്യിൽ നിന്ന് പോയ ശേഷം CPM-ന് ഇരിക്കപ്പുറതിയില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ ആ ഇരിക്കപ്പുറതി ഇല്ലായ്മയിലും ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തിരുവനന്തപുരം പോയത് പോയി, ഇനി ഇത് തിരിച്ചു നോക്കണ്ട, ഇനി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ട. അതിനുള്ള മാർഗങ്ങൾ അവർ നോക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. നമ്മൾ ഡൽഹിയിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് ഇന്ത്യ മഹാരാജ്യം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഡൽഹി ആം ആദ്മി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആരുമല്ലാതിരുന്ന ആം ആദ്മി ഭരിച്ചില്ലേ? അതുപോലെ കരുതിയാൽ മതി. ഇനിയിപ്പോ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് അടക്കം മുഴുവൻ എന്താ പറയാ, പ്രദേശം മുഴുവൻ BJP ഭരിക്കട്ടെ. കേരളം മുഴുവൻ ഈ പറയുന്ന തിരുവനന്തപുരം അടക്കം, കോർപ്പറേഷൻ കേരളത്തിനകത്താണല്ലോ, അവരടക്കം CPM ഉൾപ്പെടുന്ന ഇടതുപക്ഷം ഭരിക്കട്ടെ. ഒരു 5 കൊല്ലം കൂടെ കിട്ടട്ടെ, നമുക്ക് ആശംസിക്കാം. ഇവിടുത്തെ വിഷയം എന്താണ്? ശ്രീലേഖ MLA പിടിച്ച് പുറത്താക്കാൻ ശ്രമിച്ചു, BJP-യുടെ ഒരു കൗൺസിലർ. അതിനുള്ള അധികാരമുണ്ടോ, അല്ലെങ്കിൽ അത്രയൊക്കെ വളർന്നോ പിടിച്ചു പുറത്താക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകളും മറ്റു കാര്യങ്ങളും വരുന്നതാണ് ഇപ്പോഴത്തെ വിഷയം. ഇതിന് വളരെ നിസ്സാരമായ ഒരു പരിഹാരമുണ്ട്. എൻ്റെ ഒരു പ്രേക്ഷകൻ നിർദ്ദേശിച്ചത, വളരെ നിസ്സാരമായി ഇത് പരിഹരിക്കാവുന്നത്. എന്താണ് ഇവിടുത്തെ പ്രശ്നം? 10,68,000 രൂപ ഇവർക്ക് കിട്ടുന്നുണ്ട്. ഇത് MLA ഫണ്ട്, മറ്റു ഫണ്ട്, അത് ഇതുമായിട്ടൊക്കെ താമസത്തിന് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ശമ്പളത്തിന് വേറെ. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ 823 രൂപയ്ക്ക് ഈ ഓഫീസ് തരപ്പെട്ടു, അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു പ്രശ്നം കൂടെ ഉള്ളത്, കൗൺസിലർമാർക്ക്, നഗരസഭാ കൗൺസിലർമാർക്ക് ഇരുന്ന് പണിയെടുക്കാൻ, അവർക്ക് ജനങ്ങളെ കാണാൻ വേണ്ടി ഒരു സൗകര്യമില്ല. അവർക്ക് കൊടുത്തിട്ടുള്ള ഓഫീസാണ് കഴിഞ്ഞ 10-45 വർഷം CPM ആണോട് ഭരിച്ചിരുന്നത് കൊണ്ട്, അവരുടെ അധികാരം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടോ കൈയടക്കി വെച്ചിരുന്നത്. ഇത്രയും സത്യമാണ്. എന്നാൽ ഇതിനൊക്കെ ഒരു ശാശ്വതമായ ഒരു പരിഹാരമുണ്ട്. ഒരു വീടുണ്ടാക്കാൻ 400-450 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് ഉണ്ടാക്കി ഇവിടെ സാധുക്കൾക്ക് കയറി കിടക്കാൻ വേണ്ടി സർക്കാർ കൊടുക്കുന്ന പണം 4 ലക്ഷം രൂപയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഉള്ളത് 140 MLA-മാരാണ്. ഈ 140 MLA-മാർക്കും ഈ 4 ലക്ഷം രൂപ ചെലവിൽ അവരവരുടെ മണ്ഡലങ്ങളിൽ എല്ലാവരും ഒത്തുകൂടാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് ഒരു വീടുണ്ടാക്കി കൊടുക്കുക, ഒരു MLA ഹൗസ് ഉണ്ടാക്കുക. ഇനി സാധാരണക്കാരന് 4 ലക്ഷം മതി, MLA-ക്ക് അത് പോരാ എന്നുണ്ടെങ്കിൽ ഓക്കെ, 5 ലക്ഷം കരുത്. ഇപ്പോ 5,60,00,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിലെ 140 MLA-മാർക്കും അവരവരുടെ മണ്ഡലങ്ങളിൽ എല്ലാ ജനങ്ങൾക്കും എത്താൻ പാകത്തിന് എത്തുന്ന ഒരു സ്ഥലത്ത് ഒരു വീടുണ്ടാക്കാൻ പറ്റും. MLA ഹൗസ് എല്ലാ മണ്ഡലങ്ങളിലും. ഇനി പുതിയ മണ്ഡലം ഉണ്ടായി വരികയാണെങ്കിൽ അവിടെ നമുക്ക് വീടുണ്ടാക്കാം. ഇനി പോരാ, 4 ലക്ഷം പോരാ, 5 ലക്ഷം വേണമെന്നുണ്ടെങ്കിൽ, 5 ലക്ഷത്തിന് വീടുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതൊരു 7 കോടി രൂപ ഉണ്ടെങ്കിൽ 100 കോടി 150 കോടി 200 കോടിയൊക്കെ ചെലവഴിച്ചിട്ട് ഇവിടെ ഓണാഘോഷം തകൃതിയായിട്ട് പൊടിക്കുന്നില്ലേ? ഇല്ലേ? അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ അവാർഡ് ഫംഗ്ഷനൊക്കെ എത്ര കോടിയാ പൊടിച്ചത്? നമ്മുടെ മോഹൻലാലിന് അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് എത്ര കോടിയാ പൊടിച്ചത്? അതിന്റെ 100-ലൊന്ന് വേണോ? വേണ്ട. അതായത് ഇവിടെ 140 MLA-മാരുണ്ട്. അതില് ഇടതുപക്ഷമുണ്ട്, വലതുപക്ഷമുണ്ട്, ഇനി BJP വരാൻ പോകുന്നുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാവർക്കും അവർക്ക് എവിടെയാണോ ജനങ്ങൾക്ക് ഒത്തുകൂടാൻ പറ്റുന്നത് അതിനനുസരിച്ചിട്ട് ഓരോ മണ്ഡലത്തിലും ഒരു വീടുണ്ടാക്കിയാൽ കൊടുക്കുക. 5 കൊല്ലം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് വരുമല്ലോ. ആ തെരഞ്ഞെടുപ്പിൽ ആരാണോ തോക്കുന്നത്, ആ തോക്കുന്ന ആൾക്കാർ അടുത്ത 15 ദിവസത്തിനുള്ളിൽ ആ വീട് ഒഴിഞ്ഞാൽ കൊടുക്കുക. പുതിയ MLA അവിടെ കയറിക്കോളും. വേണ്ട, അടിച്ചു തള്ളി ചാണകവെള്ളമൊക്കെ തളിച്ച് ശുദ്ധീകരിച്ചിട്ട് അവരവിടെ താമസിച്ചോളൂ. അങ്ങനെ MLA ഹൗസ് എന്ന് പറയുന്നത് സ്ഥിരമായ ഒരു സ്ഥലത്തുണ്ടാവും. ഈ നാട്ടുകാർക്ക് ഒരിക്കലും തെരഞ്ഞു നടക്കേണ്ടി വരില്ല. MLA കാണാൻ എവിടെ പോകണം, അല്ലെങ്കിൽ MLA ഓഫീസ് എവിടെയാണെന്ന് തെരഞ്ഞുപിടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോഴത്തെ ഒരു MLA ജയിച്ചു വന്നു കഴിഞ്ഞാൽ അയാൾ ഒരു MLA ഹൗസ് അയാൾക്ക് സൗകര്യമുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടാക്കും. ആ സൗകര്യത്തിൽ ബാക്കിയുള്ളവർ തെരഞ്ഞു പോകണം. കേരളത്തിലെ 140 MLA-മാർക്കും ഇത്തരത്തിൽ MLA ഓഫീസുകൾ മാറി നിൽക്കും, ഇല്ലേ? ഓരോ MLA വരുന്നവരും അവർക്ക് സൗകര്യമുള്ളിടത്ത് മാറി പോയിക്കൊണ്ടിരിക്കും. ആ സ്ഥാനത്ത് സർക്കാർ തന്നെ ഒരു സംവിധാനം, ഒരു നിയതമായ ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളത് എന്തുകൊണ്ടും നല്ലതല്ലേ? ചിന്തിച്ചൂടെ? ഇതുകൊണ്ട് വലിയൊരു ഗുണമുണ്ട്. ഈ കെട്ടിട അലവൻസ് എന്ന് പറഞ്ഞിട്ട് മാസാമാസം കൊടുക്കുന്ന അലവൻസ് ഉണ്ടല്ലോ, അതങ്ങ് സ്ഥിരമായി ഒഴിവാക്കും. അതായത് കോടികളാണ് ഓരോ വർഷവും നമുക്ക് ഖജനാവിലേക്ക് ലാഭമായി വരുന്നത്. പിന്നെ വാടക കൊടുക്കണ്ട. കാര്യം MLA-ക്ക് അവിടെ വീടുണ്ട്. ആ വീട് ആ MLA-ക്ക് 5 കൊല്ലം ഉപയോഗിക്കാനുള്ളതാണ്. ആ MLA മാറി പുതിയ MLA ആണ് വരുന്നതെങ്കിൽ അവർക്കും വീണ്ടും ആ വീട് തന്നെയാണ് ഉപയോഗിക്കേണ്ടി വരുന്നത്. അത്തരത്തിൽ വാടക ഇനത്തിൽ എത്ര കോടിയാണ് സർക്കാരിലേക്ക് ഇനിയുള്ള വരും കാലത്തേക്ക് മുഴുവൻ ഉപയോഗിക്കാൻ പറ്റുന്നത്? ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. നിലവിൽ ഈ സാധുക്കൾക്ക്, പാവങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നത് പോലെ 3-ാം ദിവസം ചോർന്നൊലിക്കുന്ന പൊളിഞ്ഞു വീഴുന്ന വീടുണ്ടാക്കി കൊടുക്കരുത്. കുറച്ച് ഉറപ്പുള്ള നല്ലൊരു വീടുണ്ടാക്കണം. അവിടെയും കമ്മീഷൻ അടിക്കാൻ നിൽക്കരുത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇനിയുള്ള വർഷങ്ങളിൽ, ഇപ്പൊ എന്തായാലും ഖജനാവ് പൂച്ച പെറ്റ് പുല്ലും കുരുത്ത് കിടക്കുകയാണ്.
വരുമാനമൊന്നുമില്ല, ആകെ പിടുത്തമിട്ട് കിടക്കാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ 140 MLA-മാരുടെയും വീട്ടു വാടക ഇനത്തിൽ, ഓഫീസിന്റെ വാടക ഇനത്തിൽ എത്ര രൂപ ഓരോ മാസവും ഖജനാവിലേക്ക് വരും? ഏറ്റവും ചുരുങ്ങിയത് 50 ലക്ഷം രൂപ വീതം ഓരോ മാസവും സർക്കാരിന്റെ ഖജനാവിന്റെ ലാഭമാണ്. അതായത് 2 മാസം കൂടുമ്പോൾ ഓരോ കോടി രൂപ ലാഭമാണ്. ഒരു 14 മാസത്തെ വാടക അഡ്വാൻസ് ആയിട്ട് കൊടുത്തു എന്ന് കരുതി ഒരു 7 കോടി രൂപയ്ക്ക് ഈ 140 മണ്ഡലങ്ങളിലും ഓരോ വീട് ഉണ്ടാക്കി അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ, ഒരു 5 ലക്ഷം രൂപയുടെ വീടുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഓരോ മാസത്തിലും 50 ലക്ഷം രൂപ ഏറ്റവും ചുരുങ്ങിയത് സർക്കാരിന്റെ ഖജനാവിലേക്ക് വരും. അത് കൊടുക്കണ്ട എന്നുള്ളത് എന്തുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി പരിഗണിക്കാത്തത്? അതായത് ഇവിടെ ചെലവ് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല. ചെലവ് കുറയ്ക്കാനും ചെലവ് കുറച്ച് കാര്യങ്ങൾ നടത്താനും ചക്രം തിരിക്കാനും ഒക്കെ പറ്റും. ജനങ്ങൾക്ക് ആവശ്യമായ ആനുകൂല്യങ്ങൾ കൊടുക്കാനൊക്കെ പറ്റും. പക്ഷെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പുട്ടടിക്കാൻ പറ്റില്ലല്ലോ, കട്ടെടുക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ 68,000 70,000 രൂപ MLA-ക്ക് ഫണ്ട് അനുവദിക്കണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ അനുവദിച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ 823 കൊടുത്തിട്ട് ബാക്കി പുട്ടടിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പണം കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലാതെ ഒരു സർക്കാർ കെട്ടിടം തന്നെ ഓരോ മണ്ഡലത്തിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് വാടക വേണ്ട, വാടക കൊടുക്കേണ്ടതില്ല, അതിന് കറണ്ട് ബില്ലും വെള്ളവും മാത്രം കൊടുത്താൽ മതി, അതിന് ചെറിയ പൈസ മതിയാവും, ഇല്ലേ? അപ്പോൾ അത്തരത്തിൽ ചിന്തിക്കണം. കഴിവും പ്രാപ്തിയുള്ള ഒരു ഭരണകൂടം ഇവിടെ വന്നാൽ, ജനങ്ങളെ സേവിക്കുന്ന, ഈ നാട് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന ഭരണകൂടമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു, പ്രതീക്ഷിക്കാം. അറിയില്ല ഇനി എങ്ങനെയാണ് എന്നുള്ളത്. ഏതായാലും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഉള്ള ഒരു സമയമാണിത്. കാര്യം ഇനിയിപ്പോ 3ാം ഭരണം കിട്ടണം എങ്കിലേ നിലനിൽപ്പുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അകത്ത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു മാർഗമാണ് അടുത്ത ഒരു കുറച്ച് മാസങ്ങൾ കൂടി ഭരണമുണ്ട് എന്നതുകൊണ്ട് ഇനി ജയിച്ചു വരുന്ന MLA-മാർക്ക് താമസിക്കാൻ വേണ്ടി ഭാവിയിൽ വരുന്ന മന്ത്രിസഭ, അതിന് UDF ആയാലും LDF ആയാലും ആർക്കായാലും ഒരു മാസം ചുരുങ്ങിയത് 50 ലക്ഷം, അത് കൂടി വരും. 50 ലക്ഷത്തിൽ ചുരുങ്ങിയതാണ്. 50 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ എല്ലാ മാസവും MLA-ക്ക് കൊടുക്കുന്നത് നമ്മുടെ ഖജനാവിൽ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചവിട്ടുപടി. അതിനുവേണ്ടി ശ്രമിക്കാൻ പോകുന്നു. ഇനി എല്ലാ മണ്ഡലങ്ങളിലും MLA ഭവനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് തീരുമാനിച്ചാൽ എത്ര നന്നായിരുന്നു. എന്റെ ഒരു പ്രിയപ്പെട്ട പ്രേക്ഷകൻ അദ്ദേഹം അയച്ചിട്ടുള്ള ആ വോയിസ് അതും കൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഇതിൽ കഴമ്പുണ്ടോ എന്ന് നോക്ക്. ഇപ്പോൾ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് MLA-യുടെ ആസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ. ഇതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം ആവശ്യമാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ വീട് പദ്ധതി അനുസരിച്ച് 4 ലക്ഷം രൂപയാണല്ലോ ഒരു 450 സ്ക്വയർ ഫീറ്റ് വീടിന് ചിലവാകുന്നത്. അത് 5 ലക്ഷമാക്കിയിട്ട് 140 × 5 എന്ന് പറയുമ്പോൾ 7 കോടി രൂപയുണ്ടെങ്കിൽ 140 നിയോജക മണ്ഡലങ്ങളിലും ഒരു ചെറിയ കെട്ടിടം കിട്ടും. ഒരു MLA ഓഫീസിന് പറ്റിയ കെട്ടിടം സ്ഥിരമായിട്ടുണ്ടാകാം. അങ്ങനെ ഒരെണ്ണം പണിത് കഴിഞ്ഞിട്ട് MLA സ്ഥാനം ഏറ്റെടുത്ത് 15 ദിവസത്തിനുള്ളിൽ മാറി അടുത്ത ആൾക്ക് സ്ഥാനം ഏറ്റെടുത്ത് 15 ദിവസത്തിനുള്ളിൽ അതിനകത്ത് കയറാൻ പാകത്തിനൊരു സംവിധാനത്തിലാക്കിയാൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഒരു സ്ഥലത്തും MLA-മാരെ കാണാനായിട്ട് പല വീട് എവിടെയാണ് MLA ഓഫീസിൽ നിന്ന് അന്വേഷിക്കേണ്ട കാര്യവുമില്ലല്ലോ. എല്ലാ MLA-മാർക്കും അവൻ്റെ ആസ്ഥാനത്തൊരു ഓഫീസ് സ്ഥിരമായിട്ടുള്ളതും നല്ലതാണ്. എല്ലാ ജനങ്ങളും സഹകരിക്കുകയും ചെയ്യും. വാടകയും വേണ്ട. 200 കോടിയും 300 കോടിയൊക്കെ ഓണാഘോഷത്തിനും യാത്രയ്ക്കും ചെലവാക്കുമ്പോൾ ഈ 7 കോടി നിസ്സാര തുകയല്ലേ ആകുന്നുള്ളൂ. Different angles. Don't forget to subscribe and support this channel.